ആർമീസ്, ഞാൻ വീണ്ടും വന്നു നിങ്ങളെ ശല്യം ചെയ്യാൻ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2 വാക്ക് സംസാരിക്കണം എന്നുണ്ട്. കാരണം ഞാൻ ഭയങ്കര കുഴിമടിയത്തിയാണ്. മടിയത്തി പറഞ്ഞാൽ ഭയങ്കര മടിയത്തിയാണ്. നിങ്ങൾ കണ്ടില്ലേ ഹെൽത്തിയുടെ എപ്പിസോഡ്? അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് 1-2 ആഴ്ച. അതിൻ്റെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു മ്യൂസിക് തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി പെടാപ്പാട് വിട്ട് മടിച്ച് നിന്ന് അവസാനം ഇത്രയും ദിവസമായി. പിന്നെ കുറേ സ്ഥലങ്ങളും കുറേ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി കഥ കഴിഞ്ഞു. ആ കഥയൊക്കെ ആയപ്പോൾ എൻ്റെ കരുത്തെടുത്ത് തീരുമാനം. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഇടയിൽ വന്ന കുറച്ച് കമൻറ്റ്സ് നമുക്ക് നോക്കാം. പിന്നെ സൂപ്പറാണ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണെന്ന് തോന്നുന്നു. ലാഫിംഗ് ഉണ്ട്. പിന്നെ താങ്ക് യു, അടിപൊളിയാണ് ചേച്ചിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിൻ ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞ് ഉറപ്പായും നമ്മളത് ചെയ്യും. നമ്മുടെ ആർമി പറഞ്ഞാൽ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നു താങ്ക് യു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഉടൻ തന്നെ നമ്മുടെ ഈ സ്റ്റോറി എൻഡിങ്ങിലെത്തും, ക്ലൈമാക്സ് എത്തും. എനിക്കെന്താണെന്നറിയില്ല, ഏട്ടനും അനിയത്തിയും എങ്ങനെ കല്യാണം കഴിപ്പിക്കും എന്ന് ആ ഒരു തിങ്കിങ് എനിക്കങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല. അങ്ങ് ഇറക്കാനായിട്ട് പറ്റുന്നില്ല. 2-3 എപ്പിസോഡ് കൊണ്ട് നിർത്താനാണെങ്കിൽ ഇവരെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു 40-45 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ ആണെങ്കിൽ തീർച്ചയായും ഇവരെ കൊണ്ട് കെട്ടിപ്പിക്കേണ്ടി വരും. ഞാൻ 15 മിനിറ്റ് കൊണ്ടായാലും 45 മിനിറ്റ് കൊണ്ടായാലും ഞാൻ എന്തായാലും എന്തെങ്കിലും എത്തിക്കും ഉടൻ തന്നെ. സോ അതും കൂടി ഒന്ന് പറയാനുണ്ട്. ഇനി സൂപ്പർ ഫാസ്റ്റിൻ്റെ ജെറ്റിൻ്റെ വേഗതയിലായിരിക്കും ചിലപ്പോൾ എപ്പിസോഡ് പോവുക. കാരണം കഥ ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഓൺ സ്പോട്ടായിട്ട് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ പറയുന്നതായിരിക്കും കഥയായിട്ട് വരുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ എൻ്റെ തീരുമാനം മാറുമെന്നു ചിലപ്പോൾ ഒരു കച്ചിത്തരമായിട്ട് അതിൽ കയറിയിട്ട് അങ്ങനെ പോവാലോ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ നടക്കും, ചില സമയങ്ങളിൽ പാതി വഴിക്കിട്ട് ഞാൻ വേറെ വഴിക്ക് പോകും. അങ്ങനെ ചില കുരുത്തങ്കെട്ട സ്വഭാവങ്ങൾ എനിക്കുള്ളത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്ന് ശല്യം ചെയ്തവർ എന്നെ ഇവിടെ വന്ന് ശല്യം ചെയ്യാനായിട്ട്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ദിവസം വേറെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് അവർക്ക് മുമ്പിൽ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്വന്തം വീട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വീടും കുടിയില്ലാത്ത ഒരാളുടെ അവസ്ഥയെ എനിക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമാണ് എൻ്റെ വീട്ടിൽ. ഇപ്പോൾ എന്ത് പറയാൻ, എൻ്റെ വീട്ടിലെ സാഹചര്യം പറഞ്ഞ് നിങ്ങളെ കൂടെ വിഷമിപ്പിക്കുന്നില്ല. എന്തായാലും പറ്റുന്ന സമയങ്ങളിൽ ഞാൻ എഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ പറയുന്നു, വേഗം തന്നെ നമ്മുടെ സ്റ്റോറി എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. നാക്ക് കൊളഞ്ചുന്നുണ്ട്. സാരമില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഇന്ന് എത്ര മിനിറ്റ് പറ്റുമെന്ന് അറിയില്ല. 2-3 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു ആർമീസ്. നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകും. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ. എല്ലാവരും കൂടി നിർത്തിക്കൊള്ളാം. എന്തോ നാളിലും കൂടെ കാണിച്ചു വെച്ചിരിക്കുന്നേ. ഇനി ഹൽദിക്ക് എന്തോ എടുത്തിടും മക്കളെ. ഉള്ള മഞ്ഞപ്പൊടി മുഴുവൻ കുളിച്ച് നിൽക്കുക. എന്റെ പൊന്നു യോജിമോളെ, നിന്റെ കോലി ഇതെന്താ? മുട്ടയിൽ കുളിച്ചിരിക്കുവാ നീ. എന്താ കുക്കു ഇത്? കുക്കു നിക്കടെ അവിടെ. ഇന്നത്തോടെ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരും. എന്റെ പൊന്നു മമ്മി, മമ്മിന്റെ തലയ്ക്ക് പ്രാന്ത. എന്റെ ടീച്ചർ കാര്യം തലയ്ക്ക് വേറെ വെക്കുമെന്ന് മമ്മിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാ ഇങ്ങനെ കാണിക്കുന്നേ. അയ്യോ മമ്മി, അറിയാതെ പറ്റിയതാ. ഞാൻ ഇറങ്ങിയതല്ല, ഇങ്ങനെ എന്റെ തലയിൽ കൊട്ടിയതാ. എന്റെ പൊന്നിഞ്ചിനി മാപ്പ്, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. അറിയാതെ പറ്റിയൊരു കയ്യബദ്ധം. ശരിക്കും ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവരായിട്ടെല്ലാം കൂടെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. സോറി ജിനിയന്റി, ഞാനൊന്ന് അങ്ങോട്ടേക്ക്. എന്റെ പൊന്നു ജിനിയന്റി, മനസ്സാ രാജാ കർമ്മ, ഞാനും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ അറിയാതെ ചെയ്തു പോയൊരു കാര്യം. ഒരു 3 ലിറ്റർ വെള്ളം, അല്ല ഒരു ചെറിയ ക്യാന് വെള്ളം കുക്കുവിന്റെ മേത്ത് അറിയാതെ ഒന്ന് ചരിച്ചു. അത്രേ ചെയ്തുള്ളൂ. എന്റെ മേലെ അവൾ അരിപ്പൊടി അറിയാൻ നോക്കിയത് കൊണ്ടത് അഭിസാർക്കാണെന്നേ ഉള്ളൂ. പിന്നെ അഭിസാര ദേഷ്യം വന്ന് മഞ്ഞപ്പൊടി എടുത്തെറിഞ്ഞതാ. കിറ്റി തന്നെ മുളക് പൊടി കറിഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും സംഭവിച്ചില്ല. എല്ലാത്തിനും കാരണം ഈ കാർത്തിക് സാറാണ്. ഉടൻ ദൃസാക്ഷി അങ്ങേരാണ്. എല്ലാത്തിനും കാരണം അങ്ങേര് എന്നോട് ആ 3 ലിറ്ററിന്റെ ക്യാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ബാലൻസ് തെറ്റി അത് കുക്കുവിന്റെ മേലെ വീണില്ലായിരുന്നു. അവളിപ്പോ സാറിനറിയില്ലല്ലോ. ഇതിപ്പോ വേദി കിടക്കുന്ന ഫാമിലി എടുത്ത് ഞാൻ കരുതി ചുറ്റിയത് പോലെയായില്ല. ആന്റി ഒന്നും വിഷമിക്കണ്ട. ഞാൻ തന്നെ ഇവിടെ മുഴുവൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്തോളാം. ശരി എന്നാ പിന്നെ. ഇത് തേങ്ങയായാലും കുഴപ്പമില്ല. 10-25 വയസ്സായെന്നൊന്നും ഞാൻ നോക്കത്തില്ല.
കൊട്ടിവട എടുത്ത് തലക്കടിക്കും. മര്യാദയ്ക്ക് ഞാനൊരു 1-1.5 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇവിടം വൃത്തിയായിരിക്കണം. വൃത്തിയായില്ലെങ്കിൽ 4 എണ്ണത്തിനെയും, പ്രത്യേകിച്ച് കാർത്തികേ നിന്നെ കൊന്നു കഴിഞ്ഞ്. വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. എന്താ ഇവിടത്തെ സ്ഥലത്തിൻ്റെ ഒരവസ്ഥ? നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമാവുമെങ്കിലും ഞാനൊരു തീരുമാനമാണ് പറയുക. അതായി ഇപ്പൊ നല്ലത്. ഇനിയിപ്പോ ആഘോഷങ്ങളൊന്നും വേണ്ട. നേരെ നമുക്ക് താലികെട്ടിലേക്ക് പോവാം. താലികെട്ടിന്റെ വൈകിട്ട് തലേന്നോ നാട്ടിലുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാറില്ലേ, ഒഴിക്കല്, അത് മാത്രം മതി. കെട്ടുറപ്പിച്ചന്ന് തന്നെ അപശകുനങ്ങളുടെ ഒരു ഘോഷയാത്ര എവിടെ. മണ്ണിന് താഴെ ചെറുതായി ചിന്തുന്നതടക്കം അപശകുനോ. അങ്ങനെയുള്ളപ്പോഴാ കിലോ കണക്കിന് മണ്ണിന് ഇവിടെ കൊട്ടുകളിച്ചിരിക്കുന്നേ. ഈ കല്യാണം അടുക്കും തോറും പേടി കൂടിക്കൊണ്ടിരിക്കുക അപശകുനങ്ങളുടെ ഘോഷയാത്ര കാരണം. അതുകൊണ്ട് ഇനിയിപ്പോ ആഘോഷങ്ങളൊന്നും അധികം വേണ്ടെന്നല്ല, ആഘോഷങ്ങൾ ഒട്ടും തന്നെ വേണ്ട. വന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് പോവാം. അതാണെങ്കിൽ ഹൽദിക്ക് നമ്മള് നിശ്ചയിച്ച മുഹൂർത്തവും കഴിഞ്ഞു. ഇനിയിപ്പോ വേണ്ട, സമയം നമ്മൾ നോക്കി വെച്ചതെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് വേണ്ട. കൃത്യമായ സമയത്ത് ചേർക്കാൻ ഹൽദി കൊണ്ടല്ലോ, മതി. എന്നാ പിന്നെ പോവാം. അതെ ചിനിക്കൊച്ചേ, ഈ ഹലിതയ്ക്ക് മുഹൂർത്തമൊക്കെ ഉണ്ട്. എന്നെ പൊന്നിയെടുത്തി അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. അതെ, ഈ പെണ്ണു വീട്ടുകാർക്കുണ്ടല്ലോ ഇവന് മാത്രം മതി ചെറുക്കനായിട്ടെന്ന്. ഭയങ്കര വാശി ഈ കുടുംബത്തിൽ നിന്ന് എടുക്കുള്ളൂന്ന്. മൂത്തവൻ വേണ്ടെന്ന് പറഞ്ഞു, അപ്പൊ ഇളയവൻ. ഇവര് തന്നെ ജാതകം നോക്കി ചെറിയൊരു ജാതക പിശക് ദോഷമാണെന്ന് വെച്ചോ. അതുകൊണ്ട് ചേരുന്നത് തീയ. 2 അഗ്നിബന്ധങ്ങളാണല്ലോ ചേരുന്നത്. അതുകൊണ്ട് വമ്പൻ നാശം ഉണ്ടാവും. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ മുഹൂർത്തത്തെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂന്നുണ്ടത്രേ. അപ്പോ ഹൽദിക്കും എല്ലാ ചടങ്ങിനും ഓരോ മുഹൂർത്തങ്ങൾ കുറിച്ചിട്ടുണ്ട്. ആ സമയത്തിനൊന്നും ചേർന്ന് കഴിഞ്ഞാൽ നടന്നു, കുഴപ്പമില്ല. പക്ഷെ എന്തോ ഇവരുടെ എൻഗേജ്മെന്റിന്റെ ശേഷം ഇതുവരെ ഒന്നും ശരിയായ സമയത്ത് നടന്നിട്ടില്ല. അതുകൊണ്ടാ എല്ലാവർക്കും ഇത്രയ്ക്ക് അങ്ങോട്ടേക്ക് പേടി. നമ്മുടെ ലിസയ്ക്ക് ഭാഗ്യമില്ലെന്ന് പറഞ്ഞാൽ മതിയെന്നേ. എല്ലാ സമയം എന്ത് പറയാനാ. ഇപ്പൊ മഞ്ഞളെ കുടിച്ചില്ലേ കുക്കു, ഇവരെ കാണാൻ വിളിക്ക. അനന്ത എന്നാ പേര്. ആ കുട്ടിക്കാ വന്ന് ചേരാറ്. ഇതാണെങ്കിൽ ചേട്ടനും അനിയത്തുമല്ലേ, എന്ത് പറയാൻ പറ്റും നമുക്ക്. പിന്നെ എന്ത് പറയാ, ചെറുക്കനാണ് ജാതകദോഷം. അതാണ് ഇത്രയ്ക്ക് വലിയ പ്രശ്നം. നമ്മുടെ ലിസയ്ക്കാണെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. നടക്കുമോ ഇല്ലയോ എന്നാണ് എനിക്കിപ്പോ സംശയം. അബി എന്റെ മോനൊന്നുമല്ല, പക്ഷെ എന്നാലും എന്റെ മോനെ പോലെ അവൻ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല ഈ കെട്ട് നടക്കുമെന്ന്. ഭാവിയിൽ ചിലപ്പോ കുക്കു എങ്ങാനും അവന്റെ ഭാര്യയെ കയറി വരുവോ? അല്ല, എല്ലാം അവളുടെ തലയ്ക്കാണല്ലോ കൊള്ളുന്നത്. ഇന്ന് മുഹൂർത്തത്തിന് അവർക്കല്ലേ കയറാൻ പറ്റിയത്. അന്ന് എൻഗേജ്മെന്റിന് കുക്കു ആരാണെന്ന് പോലും അറിയാത്തപ്പോ പോലും അവളുടെ തലയിലല്ലേ എല്ലാം വന്ന് വീണത്. അതുകൊണ്ട് എനിക്കൊരു ചെറിയ സംശയം. ഏട്ടത്തി ഭാവിയിൽ നടന്ന എതിർക്കാനൊന്നും പോണ്ടാട്ടോ, നൈസായി അങ്ങ് ഏറ്റെടുത്തോ. എനിക്കും ആ സംശയം ഇല്ലാതില്ല നാത്തൂനെ. നാത്തൂൻ തന്നെ ഒന്ന് ആലോചിച്ച്, 4 എണ്ണവും ചേർന്നിട്ടാണ് ഈ കുരുത്തക്കേട് കാണിക്കുന്നത്. ഒരാള് മുട്ട കുളിച്ച് നിൽക്കുന്നു, അടുത്തവൻ വെള്ളത്തിലാ കുളിച്ച് നിൽക്കുന്നേ. ഇതുപോലെ 2 എണ്ണം മാത്രം, 1ഉം 2ഉം അല്ല, 3 കിലോ മഞ്ഞളാ. 3 കിലോ മഞ്ഞപ്പൊടിയിൽ കുളിച്ച് നിൽക്കുക. കറി വെക്കാൻ പോലും ഒരു തുള്ളിയില്ല. എന്നിട്ട് അമ്മയാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല, ജിനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും അറിയുന്നുമില്ല. എന്താ ഇത്? ഈശ്വര, ജോത്സ്യനെ ഒന്ന് പോയി കാണണം. എന്തോ പന്തികേടുണ്ട്. എൻ്റെ പൊന്നു ജിനി, നീ ഇങ്ങനെ കലിപ്പ് കാണിച്ച് നിൽക്കല്ലേ. എത്രയും കുക്കുകളുടെ അടുത്തേക്കൊന്ന് ചെന്നേക്ക്. നാട്ടുകാർ മുഴുവൻ പരക്കനെ പറയുന്നുണ്ട്, അഭിമോനെ കൊണ്ട് കുക്കുമോളെ കെട്ടിക്കാനുള്ള പണിയാണിതല്ലാന്ന്. കുക്കുമോളാണ് അത്ര ഭാവി വധു. അതെ, നീ ചെന്നിട്ടൊന്ന് നോക്കണേ. അവൾക്കിനി മഞ്ഞൾ വല്ലതും അലർച്ചയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആശുപത്രി പോലും ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്. അതുകൊണ്ടാണ് നീയില്ലേ ഒന്ന് പോയി നോക്കിയേക്കണേ. ഇനി എന്തൊക്കെയാണോ വരാനുള്ളത്. ലിസമോള് പോയിട്ട് ഇനി അവളെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിച്ചാൽ മതി. അതാണെങ്കിൽ അറ്റാക്ക് വന്ന പോലെയാണ് കിടക്കുന്നേ, കേട്ടോ. അത് പിന്നെ ഉണ്ടല്ലോ, 2-3 ദിവസം മുമ്പ് കുക്കുവിന് ഞാനൊരു വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അതിന് ചെറുതായിട്ട് ഈ അലർജി സിംറ്റംസ് ഒക്കെ വരും, ചേരാത്തതൊക്കെ കഴിച്ചാ. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് മഞ്ഞപ്പൊടി ഇട്ടൊന്നും അവൾക്ക് ഞാൻ തിന്നാൻ കൊടുക്കാത്ത. ഇവരൊക്കെ പറയുന്ന 3-4 കിലോ മഞ്ഞളാണ്
എന്തേലും പറ്റിട്ടുണ്ടാവില്ലേ കൊച്ചിന്? മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഏതെങ്കിലും ഓഷം മേടിക്കാൻ പറ്റുമോ? എന്നിട്ട് എന്തുമായി നോക്കി നിക്കുവാടി എന്റെ കൊച്ച് ശിവനെ. ഇന്ന് എന്തൊക്കെ നടക്കും? വേഗം പോടി. അയ്യോ മമ്മി, ജീവിതത്തിൽ ആകെ മനുഷ്യനൊരു കല്യാണം ഉണ്ടാവും, അതിനൊരു ഹൽദി അതുപോലും അനുവദിക്കാത്ത വീട്ടുകാരാണ് ഇവര്. ഓ തള്ളക്ക് എന്തിനാ ഞാൻ കെട്ടി ആദ്യം വീട്ടിൽ വയല് വേണം ചവിടി പത്തക. എന്നാലും മമ്മി, ഐ ഫീൽ റിയലി ഷെയിം. ഇത്രയും പേരെ വിളിച്ചു വരുത്തിയിട്ട് നാണം കെടുത്തിയില്ലേ? ആ കൊച്ചുകുറിപ്പിനെ ഞാൻ കൊല്ലും, ഉറപ്പാ. ഒന്ന് നടക്കാൻ മുഹൂർത്തം നോക്കണം, ഒന്ന് ഇരിക്കാൻ മുഹൂർത്തം നോക്കണം, കൂടെ ഇരിക്കാൻ പോയോ എല്ലാത്തിനും മുഹൂർത്തം നോക്കി ഇവര് ഇത് എന്തിനുള്ള പോക്ക? മമ്മി, ഞാൻ എന്ത് പറയും? ഇനിയോ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത പ്രോഗ്രാംസ് ഒന്നും വേണ്ടാന്ന്. അപ്പൊ നമ്മൾ വിളിച്ചവരെയൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ പൊട്ടന്മാരോ? ഓ മമ്മ, ഇറ്റ്സ് റിയലി ഷെയിം. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ പൊന്നുപോലെ ഇങ്ങനെ കരയല്ലേ, നിനക്കൊന്നും സംഭവിക്കില്ലടോ. നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ ആവുമ്പോ നമുക്ക് റീമാരേജ് നല്ല അടിപൊളിയായിട്ട് നടത്താം. അതിനു മുമ്പ് നീ തള്ളെ കൊന്നാ മതി. വല്ല വിഷം വെച്ച് കൊടുക്കും, എന്നെ ഇറക്കി വിട. എന്നാലും ഇതൊക്കെ നടക്കും. എന്തായാലും നിനക്ക് ഇത്രയും ഫംഗ്ഷന് വേണ്ടി ബുക്ക് ചെയ്ത് കാറ്ററിംഗ് സർവീസ്, മേക്കപ്പ് മാന്, പിന്നെ വിളിച്ച ആൾക്കാർ, അവർക്കുണ്ടായ ചെലവ്, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കൂടി ചേർത്ത് ഒരുപാട് കാശായി. ഇനി കെട്ടിയാണെങ്കിൽ ഇത്രയും ചെലവുണ്ടായിരുന്നില്ലല്ലോ. കോടികളുടെ ചെലവ്. റീഫണ്ട് പോലും നമുക്ക് കിട്ടില്ലല്ലോ. ഞാനിനി നിന്റെ അച്ഛൻ്റെ അടുത്ത് എന്ത് പറയും? നിന്നോടെല്ലാം ഞാൻ ആദ്യമേ ചോദിച്ചതല്ലേ വേണോ വേണോന്ന്. നമുക്ക് എത്രയാ നഷ്ടം? കോടികൾ. വലിച്ചു വാരി കരയുന്നത് കോടികൾ. അതുണ്ടായിരുന്നെങ്കിലും അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ നാട്ടുകാരെ, വീട്ടുകാരെ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്റെ പൊന്നു മമ്മി, എനിക്ക് ചൊറിഞ്ഞിട്ട് പണ്ടേറെ ഇളകിയിട്ട് വയ്യ. ബാത്റൂമിൽ നിങ്ങൾ ഏത് ഫോൺബാളത്തിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന? മാന്താനും പറ്റില്ല, ചൊറിയാനും പറ്റില്ല. ഇത് എന്തൊരു ഗതികേടാ മമ്മി. നിങ്ങൾ നല്ല വിഷമാണോ മനുഷ്യന് വെച്ചിരുന്നേ? ചതി ദൈവത്താരോട് ചെയ്തത്. നിങ്ങൾ ഇങ്ങനെയാണ് നാട്ടുകാരെയൊക്കെ നോക്കുന്നേ? ഇത് എന്തൊരു കഷ്ടമാ മമ്മി. പത്തുമാസം ചോന്ന് വെച്ച അമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഒരൊറ്റ വീക്ക് വെച്ചൊരു മനുഷ്യന് വിഷവും തന്നിട്ട് അത് കിടന്നോടെയെന്ന് ചിരിച്ചോണ്ടിരിക്കാം. നിങ്ങൾക്ക് അല്പം ഉളുപ്പുണ്ടോ? എന്റെ പൊന്നു മമ്മി, പപ്പയുടെ അടുത്ത് എത്രയും വേഗം ഒന്ന് ആ ലോഷൻ മേടിച്ചിട്ട് വരാമോ? അല്ലെങ്കിൽ ഒന്ന് അനസ്തീഷ്യ എടുത്തിട്ട് 3-4 മണിക്കൂർ ഞാനൊന്ന് കിടന്നിട്ട്. ഇത് എന്തൊരു ഗതികേടാ. നേരത്തെ അറിഞ്ഞ ഏത് ഗതികെട്ട സമയത്താണ്